ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന അതിപ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആത്മസ്നാനം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് ആത്മവരങ്ങൾ എന്നുള്ള പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാസ്സിലാണ്. ഈ ആത്മവരങ്ങൾ എന്ന് പറയുന്നത് ദൈവം സഭയിൽ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അപ്പോസ്തലന്മാരുടെ കൈവപ്പിലൂടെ ആദിമ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ അസാന്നിധ്യത്തിൽ നൽകപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ആ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒരു റീക്യാപ്പായിട്ട് വേഗത്തിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. എന്തായിരുന്നു ആത്മവരങ്ങളെന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 9 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണമൊക്കെ നമ്മൾ നൽകി. ഈ ആത്മവരങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കഴിവുകളെയും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം നൽകിയ ധാരാളം വരങ്ങളുണ്ട്. പക്ഷെ ആത്മവരങ്ങൾ എന്ന് പറയുമ്പോൾ അത് അത്ഭുതകരമായിട്ടുള്ള ചില ശക്തികൾ, കഴിവുകൾ ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നു. അതിൽ ജ്ഞാനത്തിൻ്റെ വചനമുണ്ടായിരുന്നു, പരിജ്ഞാനത്തിൻ്റെ വചനമുണ്ട്, വിശ്വാസം എന്നുള്ളതുണ്ട്. ഈ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല, നമ്മൾ കണ്ടതാണ്. ഇത് മലകളെ നീക്കാൻ തക്ക അത്ഭുതം പ്രവർത്തിക്കാനുള്ള വിശ്വാസമാണ്. പിന്നെ രോഗശാന്തികളുടെ വരം, വിവിധ രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കാനായിട്ടുള്ള കഴിവ് ഈ വരങ്ങൾ ലഭിച്ചവർക്കുണ്ടായിരുന്നു. അവർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക പോലും ആവശ്യമില്ലായിരുന്നു. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവർക്ക് കിട്ടിയ വരങ്ങൾ അവർക്ക് നൽകാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. പിന്നെ വീര്യപ്രവർത്തികൾ, സാധാരണമായ ചില വീര്യപ്രവർത്തികൾ ഒക്കെയും ഈ വരങ്ങൾ ഉള്ളവരുടെ കയ്യാൽ അല്ലെ അവരിലൂടെ നടന്നു എന്ന് കണ്ടു. പ്രവചനവരം എന്ന് പറയുമ്പോൾ വരുവാനിരിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ മർമ്മങ്ങളൊക്കെ മറിഞ്ഞിരുന്നവയെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ്. ഇതെല്ലാം ദൈവവചനം എഴുതപ്പെട്ട് ലഭിക്കുന്നതിന് മുൻപ് സഭയ്ക്ക് ആവശ്യമായിരുന്ന കാര്യങ്ങളാണ്. ഈ വരങ്ങളിലൂടെയെല്ലാം ദൈവം നൽകിയെന്ന് നമ്മൾ കണ്ടു. അതേ തുടർന്ന് നമ്മൾ കണ്ടത് ആത്മാക്കളുടെ വിവേചനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെറ്റായ ഉപദേശങ്ങളൊക്കെ ആളുകൾ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ വരങ്ങളുള്ള വ്യക്തികൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു. പലവിധമായ ഭാഷകൾ, പിന്നെ ഭാഷകളുടെ വ്യാഖ്യാനം, ഈ പലവിധ ഭാഷയെക്കുറിച്ചും അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇതിന് ശേഷം ഒരു ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ഈ വരങ്ങൾ നൽകിയ രീതി എന്തായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോസ്തലന്മാരുടെ കൈവപ്പിലൂടെ തന്നെയാണ് ഈ വരങ്ങൾ 2 ദൃഷ്ടാന്തങ്ങൾ എടുത്തുകൊണ്ട് വ്യക്തതയോടുകൂടി വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലന്മാർ ആത്മസ്നാനം ലഭിച്ചവർ കൈവപ്പിലൂടെ നൽകിയ ചില പ്രത്യേക കഴിവുകളാണ് ഈ വരങ്ങൾ എന്ന് നമ്മൾ കണ്ടു. അതേ തുടർന്ന് നമ്മൾ ചിന്തിച്ചത് ഇതാർക്കാണ് നൽകിയത് എന്നുള്ളതാണ്. ഈ നൽകപ്പെട്ടത് ക്രിസ്ത്യാനികൾക്കാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്കാണ് ഈ ആത്മവരങ്ങൾ നൽകപ്പെട്ടത്. അതും ഓരോരുത്തർക്ക് ആഗ്രഹിക്കാമെന്നുള്ളതല്ലാതെ ആത്മാവാണ് തീരുമാനിക്കുന്നത് ആർക്ക് എന്ത് വരം കൊടുക്കണം എന്നുള്ളത്. ഒരു വ്യക്തിക്ക് എല്ലാ വരങ്ങളും ലഭിച്ചിരുന്നില്ല, എല്ലാ വ്യക്തികൾക്കും വരങ്ങൾ കിട്ടണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. വരങ്ങൾ എല്ലാവർക്കും ലഭിച്ചില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ ക്ലിയർ ആയിട്ട് കൊരിന്ത്യർ. എല്ലാവരും പ്രവചിക്കുന്നുവോ, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവോ? ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം ധ്വനിക്കുന്നത്. അതുകൊണ്ട് ഈ വരങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അത് എല്ലാ മനുഷ്യർക്കും 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നില്ല. അത് പരിശുദ്ധാത്മാവ് നിശ്ചയിക്കുന്നത് പോലെ അപ്പോസ്തലന്മാർ കൈവച്ച് സഭയിൽ ഈ വരങ്ങൾ പകർന്നു കൊടുക്കുന്ന വ്യക്തികൾക്ക് അത് ആത്മാവിൻ്റെ ഇഷ്ടം പോലെ ലഭിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തുടർന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ വരങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു. ഏതൊരു കാര്യവും ദൈവം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മനസ്സിലാക്കിയെന്നാലേ അതിനെ ശരിയാം വണ്ണം നമുക്ക് സ്വീകരിച്ച് അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ചില കാര്യങ്ങൾ എന്നും ഉണ്ടായിരിക്കുന്നവയല്ല. ചില കാര്യങ്ങൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നൽകപ്പെട്ടവയാണ്. അത് തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. ഒരു വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. ഈ ആത്മവരങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? വ്യക്തമായിട്ട് 3 ഉദ്ദേശങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തേത്, ഇത് സഭയെ പണിത് ഉയർത്തുവാൻ ദൈവം നൽകിയ
ഒരു പ്രത്യേക ശക്തിയാണ്. അതും ആളുകളുടെ മേലാണ് വരുന്നത്. അപ്പോസ്തലന്മാരുടെ കൈവെപ്പിലൂടെയാണ് ഇത് ലഭിച്ചത്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സഭയെ പണിതുയർത്തുക എന്ന് പറഞ്ഞാൽ ഈ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഉദ്ദേശം അദ്ദേഹം തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ പ്രസ്താവിക്കുന്നുണ്ട്. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇത് മറക്കരുത്. ഈ ആത്മവരങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ധാരാളം ഉണ്ടായിരുന്നു. കൊരിന്ത്യ ലേഖനമൊക്കെ എഴുതുമ്പോൾ ഈ വരങ്ങൾ ഉള്ള കാലഘട്ടത്തിലാണ് എഴുതുന്നത്. അത് നിന്നുപോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട് ആ ലേഖനത്തിൽ തന്നെ. എങ്കിലും ഇത് എഴുതുന്ന സമയത്ത് ഇത് നിലവിൽ ആവശ്യമായിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ഈ വിഷയത്തെ പഠിക്കാനായിട്ട്. എന്നാൽ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉദ്ദേശം ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശം പൊതു പ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. ഇത് നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 12:7 അതുപോലെ തന്നെ അല്പം കൂടി വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14:5 സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ ആത്മവരങ്ങളെ ഉപയോഗിക്കുക. ഇത് കൊരിന്ത്യ സഭയിൽ ദുർവിനിയോഗം ചെയ്തു. ചില വ്യക്തികൾ അവർക്ക് ആത്മപ്രശംസ ലഭിക്കാൻ വേണ്ടി തനിക്കുള്ള വരം മറ്റുള്ളവർക്കുള്ളതിനേക്കാട്ടിൽ മെച്ചമാണെന്ന്, പ്രത്യേകിച്ച് അന്യഭാഷാ വരത്തോടൊരു പ്രത്യേക താല്പര്യം ആ കാലത്തും ഈ കാലത്തുമൊക്കെ മനുഷ്യർക്കുണ്ട്. കാരണം അത് ഒരു ഫോറിൻ ഭാഷ സംസാരിക്കാനുള്ള കഴിവ്. അത് പഠിച്ചിട്ടില്ലാത്ത ഒരാൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു അംഗീകാരം സഭയിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അത് സ്വയപ്രശംസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും പ്രവചനത്തെക്കാൾ കൂടുതൽ അന്യഭാഷ അന്ന് വേണമെന്നുള്ള ഒരു പഠിപ്പിക്കൽ ഉണ്ടായപ്പോഴാണ്, അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം എഴുതുന്നത്. ആ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഒരാളൊരു കത്തെഴുതുമ്പോൾ അത് എന്ത് സാഹചര്യത്തിൽ എന്തിനുള്ള ഉത്തരമായിട്ടാണ്, എന്തിനെയാണ് അദ്ദേഹം അതുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. അതല്ലാതെ നമ്മൾ അതിനെ അത് ബൈബിളിലുള്ളതാണ് ഇതുപോലെ എന്നും ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്, പഠിക്കാനായിട്ടുള്ള രീതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ശരിക്കും നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1 കൊരിന്ത്യർ 14:5 വ്യക്തമാക്കുന്നു ഇത് ആത്മീക വർധനയ്ക്കായിട്ട് ഉതകേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ആത്മീയ വർധന എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ നമ്മൾ സാധാരണ ഗ്രീക്ക് പദമൊന്നും അധികം ഉപയോഗിക്കാറില്ല ക്ലാസ്സുകളിലുമൊക്കെ. നമ്മൾ ആരും വലിയ ഗ്രീക്ക് സ്കോളേഴ്സും അല്ല. എന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ആ വാക്കുകൾ നല്ലതാണ്. ഓയിക്കോസോമിയോ എന്ന ഒരു വാക്കാണ് ഇവിടെ ആത്മീക വർധന എന്ന്. ഇത് 2 വാക്കുകൾ ചേർന്നാണ്. ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ അത് ഭവനം അല്ലെ വീട് എന്നൊക്കെ അർത്ഥമാണ്. ഇനി സോമിയോ എന്നുള്ള ആ വാക്കിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പണിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭവനം പണി. ഓയിക്കോസോമിയോ എന്ന് പറഞ്ഞാൽ ആത്മീയ വർധനയെന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന ഈ സംഗതി ഒരു ഭവനം പണിയാണ് അതിൻ്റെ പിന്നിലുള്ള ആശയം. അത് അതിനെ നമുക്ക് നമ്മുടെ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക, പണിയുക എന്നെല്ലാമുള്ള അർത്ഥത്തിൽ വേണം ഇതിനെ സ്ഥാപിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ കാണേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും സ്വന്തം മഹത്വത്തിന് വേണ്ടി ആയിരിക്കരുതെന്നുള്ളത് തറപ്പിച്ച് പറയുന്നു. ഇതിനെ ദുർവിനിയോഗം ചെയ്യുന്ന രീതി ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം ഇതുള്ള വ്യക്തി മറ്റുള്ളവരെക്കാൾ എന്തോ ആത്മീയമായി ഉയർന്നവനാണെന്നുള്ളൊരു അഹംഭാവം, ആത്മീയ അഹങ്കാരം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് പൈശാചികമാണ്. അങ്ങനെ ഒരു അഹങ്കാരം വരുവാണെന്ന് വരികയില്ല. അതുകൊണ്ട് നല്ല കാര്യമെന്ന് വിചാരിച്ചുകൊണ്ട് പല ആൾക്കാരും ഇന്ന് കാണിക്കുന്നത് നാശത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ആത്മീയ അഹങ്കാരം ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ ദൈവം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആദിമസഭയ്ക്ക് നൽകിയതിനെ ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് പലയിടങ്ങളിലും പിശാച് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. ഇത് ആപത്താണ്. അതിനെ തിരിച്ചറിയേണ്ട വിവേകമാണ് ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. ഇനി ഇവിടെ 1 കൊരിന്ത്യർ 14:26 എങ്ങനെയാണ് ഒരു സഭയിൽ ഈ ആത്മവരങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഓർക്കണം, കൊരിന്ത്യ സഭ ദുർവിനിയോഗം ചെയ്തു ഈ കാര്യം.
ആ സാഹചര്യത്തിൽ പൗലോസപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണെന്ന് ശരിക്കും ഉപയോഗിക്കേണ്ടത്. അത് പറയുമ്പോൾ 1 കൊരിന്ത്യർ 14:26 നമ്മൾ പിന്നീട് ഈ 1 കൊരിന്ത്യർ 14 അധ്യായമൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു മുഖവരിയായിട്ട് കണ്ടാൽ മതി. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, അപ്പം എന്താണ്? സഭയാണ്. സഭയിൽ സഹോദരങ്ങൾ കൂടി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തന് സങ്കീർത്തനമുണ്ട് എന്ന് പറഞ്ഞാൽ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കും. ഉപദേശമുണ്ട്. അപ്പോൾ സഭയ്ക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊക്കെ അത് ഉപദേശമായിട്ട് നൽകുന്നുണ്ട്. ഇനി വെളിപ്പാടുണ്ട്. ഇതുവരെ കിട്ടാത്തതായിട്ടുള്ള പല അറിവുകളും വചനത്തിൻ്റെ അഭാവത്തിൽ, അന്ന് എഴുതപ്പെട്ട വചനമില്ല എന്നുള്ളതും മറക്കരുത്. ഇത് സഭയ്ക്ക് ലഭിക്കാനായിട്ട് ചില ആളുകൾക്ക് വെളിപ്പാടെന്ന് പറയുന്ന ഈ ഒരു സംഗതിയുണ്ട്. ഈ ജ്ഞാനമാണ് വെളിപ്പാടായിട്ട് ഇവർക്ക് ദൈവം പകർന്നു കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് റെവലേഷൻസ് കൊടുക്കുകയാണ് വ്യക്തികൾക്ക്. പിന്നെ അന്യഭാഷയുണ്ട്. അത് അവിശ്വാസിയായ ഒരുവൻ ആ സഭയിൽ വേറൊരു നാട്ടുകാരൻ വന്നാൽ അവൻ്റെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇവരെങ്ങനെ ഈ പഠിക്കാത്ത ആൾക്കാർ എൻ്റെ ഭാഷ പഠിച്ചത്? ഉടനെ അവനവിടെ കവണ വേണം ഇവരുടെ മധ്യ ദൈവം ഉണ്ടെന്ന് അവൻ സമ്മതിക്കും. ചിലപ്പോൾ അവൻ്റെ പാവങ്ങളൊക്കെ ആയിരിക്കാം ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ, അവൻ്റെ കുറവുകളൊക്കെ ആയിരിക്കാം എടുത്ത് പറയുന്നത്. അത് ദൈവം നൽകിയ ഒരു വലിയ അത്ഭുതകരമായിട്ടൊരു കഴിവാണ്. അവിശ്വാസിക്ക് വിശ്വാസം ഉണ്ടാകാനാണ് അന്യഭാഷാപരം ആദിമസഭയിൽ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ചിലർ സ്വന്തം ആത്മീയ വർധനയ്ക്കൊക്കെ അതാണെന്ന് ന്യായമൊക്കെ പറയാറുണ്ട്. അത് 14 അധ്യായത്തിലുണ്ട്. ഒന്നുകൊണ്ടും നമ്മൾ അതിലേക്കൊക്കെ പിന്നീട് വരുന്നതാണ്. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക, ഇത് സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവിശ്വാസികളായ ആൾക്കാർക്ക് അവൻ്റെ ഭാഷയിൽ ഈ സഭയിലെ പഠിപ്പില്ലാത്ത വ്യക്തികൾ, അത് പഠിക്കാത്ത, ആ ഭാഷ പഠിക്കാത്ത ആള് അത് മർമ്മങ്ങളൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അവിടെ ദൈവം ഉണ്ടെന്നുള്ളത് അവന് മനസ്സിലാവുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് വ്യാഖ്യാനമുണ്ട്. അപ്പം ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടില്ല സഭയിലുള്ളവർക്ക്. എന്നാൽ ഈ ഫോറിനർ വന്നവന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ സഭയിലുള്ളവർക്ക് പിടികിട്ടിയിട്ടില്ല. അവരോട് വ്യാഖ്യാനിച്ചു കൊടുക്കും എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞതെന്ന്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അന്യഭാഷാപരമുണ്ട് പക്ഷെ വ്യാഖ്യാനപരമില്ല, വേറൊരു വിദേശിയും അവിടെ ഇല്ല എന്ന് വരികിൽ അവൻ തന്നോട് തന്നെ സംസാരിച്ചാൽ മിണ്ടായിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വളരെ വ്യക്തതയുണ്ട് അവിടെ. പക്ഷെ നമ്മളതിനെ എല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇന്ന് ഒരു ആത്മനിർവൃതി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ചില ആൾക്കാർ ഇതിനെ അങ്ങോട്ട് പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ദൈവം തന്നതാണെന്നും അവർക്ക് തന്നെ ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടായതായിട്ടും ഒക്കെ ഒരു തെറ്റായ ധാരണയോടുകൂടി അവർ ഒരു അബദ്ധ വിശ്വാസത്തിൽ അവർ മുമ്പോട്ട് പോവുകയാണ്. അപ്പം നമ്മളിവിടെ നോക്കുക, പാടുക, പഠിപ്പിക്കുക, വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അറിയിക്കുക, ഈ കാര്യങ്ങളെല്ലാം സഭയിൽ നടക്കണം. എന്നാൽ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നടത്തുവാൻ ദൈവത്തിൻ്റെ വചനമുണ്ട്. ആ ദൈവത്തിൻ്റെ വചനം ഇന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ വചനത്തിൻ്റെ അഭാവത്തിൽ ഈ അംശമായി കിട്ടിയ പല 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 അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ 1-ാം നൂറ്റാണ്ടിലെ സഭ ആക്കി ദൈവം നൽകിയത്. അതാണ് അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകുന്നൊക്കെ 13-ാം അധ്യായത്തിൽ കൊല്ലത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പൗലോസ് 13, 14 അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 14-ാം അധ്യായത്തിൽ ഊന്നി പറയുന്നത് പ്രവചനപരമാണ് വാഞ്ചിക്കേണ്ടത്. വിശേഷാൽ പ്രവചനം എന്ന് പറയുമ്പോൾ അത് ആ നാട്ടിലെ ഭാഷയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ സംസാരിക്കുന്നവൻ്റെ സ്വന്തം ഭാഷയിൽ തന്നെയാണ്. പക്ഷെ അവൻ പറയുന്നത് ദൈവത്തിൻ്റെ വലിയ മർമ്മങ്ങളെല്ലാം അവൻ ജനത്തെ അറിയിക്കുകയാണ്. അത് വ്യാഖ്യാനിയൊന്നും വേണ്ട. അതാ പറയുന്നവർക്ക് കേൾക്കുമ്പോൾ കേൾവിക്കാർക്ക് ഈ പറയുന്നവൻ എന്താണ് പറയുന്നുള്ളത് അന്നേരം മനസ്സിലാവും. അപ്പം അതായിരുന്നു അന്നത്തെ ആ പ്രവചനപരത്തിന് പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള കാരണം. നല്ല അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കാലമാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവന് അതെന്താണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നില്ലെന്ന് വരികിൽ, വേറൊരുത്തൻ വ്യാഖ്യാനിക്കാൻ ഇല്ലെന്ന് വരികിൽ, അല്ലെങ്കിൽ അവന് തന്നെ വ്യാഖ്യാനപരം ഇല്ല എന്ന് വരികിൽ അവൻ മിണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കേൾവിക്കാരന് സഭായോഗത്തിൽ ആത്മീക വർധന ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ വരങ്ങൾ നൽകപ്പെട്ടതെന്ന് വളരെ വ്യക്തമാണ്. ഈ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് സഭയുടെ നടത്തിപ്പിനും സഭയുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ വരങ്ങൾ ദൈവം നൽകിയത്. അതിൻ്റെ ഒരു 1-2 ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണം പ്രവചനവരം. ഈ പ്രവചനവരം എങ്ങനെയാണ് സഭയെ സഹായിച്ചത്? പ്രവചനം വരാനുള്ള കാര്യങ്ങളെ പറ്റി പറയാം, നിലവിൽ നടക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ അരുളപ്പാടുകളാകാം. രണ്ടും പ്രവചനമാണ്. ഒന്ന്, ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി ഇന്ന് നടക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. മറ്റൊന്ന് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഫോർ ടെല്ലിംഗ് എന്നും പറയും, മറ്റേതിനെ ഫോർത്ത് ടെല്ലിംഗ് എന്ന് പറയും.
നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഫോർടെല്ലിംഗ്. ഫോർടെല്ലിംഗ് എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ സഭയെ അറിയിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും നടന്നുകൊണ്ടിരുന്നു പ്രവചന വരത്തിലൂടെ. അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, അഗബോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പറ്റി നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഈ അഗബോസ് ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു വലിയ ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്. ആ ക്ഷാമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം ഇല്ലാതെ വരുന്നു, സാമ്പത്തികം ഇല്ലാതെ വരുന്നു, ജനങ്ങൾ പട്ടിണിയാവുന്നു. അപ്പോൾ അത് മുന്നമേ അറിഞ്ഞതുകൊണ്ടൊരു ഗുണമുണ്ടായത്, മറ്റ് സഭകളെല്ലാം കൂടെ കൂടിക്കൊണ്ടിട്ട് യെരുശലേമിൽ വന്ന ഈ പ്രയാസത്തെ പരിഹരിക്കുവാനായിട്ട് പിരിവുമൊക്കെ എടുത്ത് അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊടുത്തു വിടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തികളുടെ പുസ്തകത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രയോജനമാണ്. നടക്കാൻ പോകുന്ന ഒരു കാര്യം, ഒരു വിപത്തിനെ കുറിച്ച്, അത് സഭയ്ക്ക് നേരിടാൻ പോകുന്ന ഒരു വിപത്ത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇന്ന് അതിനെയൊക്കെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പല പല തെറ്റായ കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ പ്രവേശിക്കുന്നില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സഭയ്ക്ക് പൊതുവായി നേരിടുന്ന ചില പ്രയാസങ്ങളെക്കുറിച്ച് മുന്നമേ അറിയിക്കുക, അല്ലെ സഭയുടെ നേതൃത്വത്തിന് വരാൻ പോകുന്നതായ ചില പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ അഗബോസ് തന്നെ പിന്നീടുമൊക്കെ പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചനങ്ങൾ മുന്നറിയിപ്പുകളാണ് സഭയ്ക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇത് ഒരു വലിയ പ്രയോജനം, വലിയ ഉപകാരം സഭയ്ക്ക് ചെയ്തിരുന്നു. രണ്ടാമതായിട്ട്, ആത്മാക്കളുടെ വിവേചനം എന്നുള്ള ഒരു വരം, അത് സഭയ്ക്ക് വലിയ നടത്തിപ്പിനും സംരക്ഷണത്തിനും വളരെ ഉപകരിച്ച ഒരു സംഗതിയാണ്. എന്താണ് ഈ വിവേചിക്കാനുള്ള വരം എന്ന് പറഞ്ഞത്? ദുരുപദേശങ്ങൾ അന്നും ഇന്നും ഒക്കെ ധാരാളമുണ്ട്. ഈ കള്ളപ്രവാചകന്മാർ പലരും ഇങ്ങനെ പ്രവേശിച്ചിരിക്കുന്നതെന്നൊക്കെ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 4:1. അപ്പം അവിടെ ഈ കള്ളപ്രവാചകൻ ആരാ, നല്ല പ്രവാചകൻ ആരാ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് അന്ന് വേറെ മാർഗമൊന്നുമില്ല. ഇന്ന് നമുക്കറിയാനായിട്ട് പുസ്തകമുണ്ട്. ഒരാൾ വന്നിട്ട് ഒരു പ്രവചനമൊക്കെ അല്ലെങ്കിൽ ഒരു ദൂത് പറയുകയാണെന്ന് വരിക, അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് വരികയിൽ നമുക്കറിയാം, ഇത് ദൈവത്തിൻ്റെ വചനപ്രകാരം താങ്കൾ പറഞ്ഞത് എന്നോട് യോജിക്കുന്നില്ല. നമുക്ക് നേരിട്ട് പറയാം അയാളോട്, ഇന്ന പുസ്തകം, ഇന്ന അധ്യായം, ഇന്ന വാക്യം നിങ്ങളാ പറഞ്ഞതിന് വിരുദ്ധമാണ്. നമുക്ക് നേരിട്ട് പറയാനുള്ള ഒരു സ്റ്റാൻഡേർഡ്, ഒരു അളവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അന്ന് അതില്ലല്ലോ. അതില്ലാതിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഈ വരങ്ങളുണ്ട്. എല്ലാ സഭയിലും ഇങ്ങനെ കൈവപ്പിലൂടെ ഈ വരങ്ങൾ ചില മനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ അത് കൊടുത്തിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ആളിന് ഒരുവൻ വന്നിട്ട് ഒരു പ്രസ്താവന നടത്തുമ്പോൾ, ഒരു ദൂത് പറയുമ്പോൾ, ഇത് ദൈവത്തിൽ നിന്നാണോ അതോ കള്ളപ്രവാചകനാണോ ഇയാൾ എന്ന് തിരിച്ചറിയുവാനായിട്ട് അത് വളരെ ഉപകരിച്ചു. ഇനി വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് വചനത്തെ ഉറപ്പിക്കാനാണ്. ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കണം. അന്ന് ദൈവത്തിൻ്റെ വചനം വന്ന് ഒരാൾ പറയുമ്പോൾ ഇയാൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് പൊതുജനത്തിന് മനസ്സിലാകാൻ ചില അടയാളങ്ങൾ സംഭവിക്കണം, ആ അത്ഭുതങ്ങൾ നടക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രൂഫ്. ഇത് ദൈവമാണ് നൽകിയെന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട് വരുന്നത്. അങ്ങനെ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചുവെന്ന് നമ്മൾ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാനൊന്ന് വായിക്കാം. മർക്കോസ് 16:20. അവർ പുറപ്പെട്ടു എന്ന് പറയുന്നാൽ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർ പുറപ്പെട്ടു, എല്ലായിടവും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും. ഇനി ശ്രദ്ധിക്കണം, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. മർക്കോസ് 16:20. അപ്പോൾ വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് സുവിശേഷം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, അല്ലെ എഴുതി തീർന്ന സമയത്ത്, ഇതിൻ്റെ അവസാന ഭാഗമായത്, ഇതിങ്ങനെ ഉറപ്പിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പിച്ചു തീർന്നില്ല. അപ്പൊ അന്ന് വചനം ഉറപ്പിക്കപ്പെട്ടവർക്ക് ലഭിച്ചിരുന്നില്ല. ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം, കൃപയാലുള്ള രക്ഷ, ഈ ദൂത് ദൈവദാസന്മാര് പ്രസംഗിക്കുമ്പോൾ ആ ദൂതിനെ ദൈവമാണ് നൽകിയത്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, കൃപായുഗത്തിലെ ദൂതെന്ന് പറയുമ്പോൾ ന്യായപ്രമാണം കൊണ്ട് രക്ഷിക്കപ്പെടുന്നല്ല പറയുന്നത്. ഇത് യഹൂദന്മാർക്കൊക്കെ പ്രത്യേകിച്ച് ഒട്ടും സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ന്യായപ്രമാണം മോശയോട് നൽകിയത് അവരുടെ വിചാരം ഇതാണ് രക്ഷയുടെ മാർഗം എന്നുള്ളതാണ്.
പക്ഷെ ന്യായപ്രമാണം അനുസരിക്കാണ്ട് ആരെയും കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് വരേണ്ടി വന്നത്. അപ്പോൾ ഈ കൃപയാലുള്ള രക്ഷ എന്നുള്ള ദൂത് അത് മനുഷ്യർക്ക് അംഗീകരിക്കാൻ പ്രയാസം. പക്ഷെ ഇവരെ അയച്ചത് ദൈവം തന്നെയാണെന്ന് സ്ഥാപിക്കുന്നത് ഇവരാൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടാണ്. അപ്പൊ ആ തലമുറയിലും അവർ കൈവപ്പ് നൽകിയ അടുത്ത തലമുറയിലും ഉള്ള ആളുകൾ ഈ ദൂത് പറയുമ്പോൾ ഇത് ദൈവത്താൽ നൽകപ്പെട്ടതാണെന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ എബ്രായ ലേഖനം എഴുതിയ കാലമായപ്പോൾ അവിടെ നടന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. അത് ഞാൻ പറയുന്നതല്ല, രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. എബ്രായർ 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അവിടെ ശ്രദ്ധിക്കുക, കർത്താവ് താൻ പറഞ്ഞ് തുടങ്ങിയതും. അപ്പൊ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവ് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം ഇവിടെ വന്ന് മനുഷ്യരോട് അറിയിച്ചു. മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകൻ രാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷത്തിന് ഒരുക്കങ്ങൾ നടത്തി. മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കണം, അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരണം. യേശു വന്നിട്ട് ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ്, അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഗിരിപ്രഭാഷണത്തിലൂടെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് യേശു കർത്താവ് പഠിപ്പിച്ചു. എന്നിട്ട് ആ ദൈവരാജ്യത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള താക്കോലുമൊക്കെ പത്രോസിൻ്റെ കൊടുത്തു. പത്രോസ് അത് ഉപയോഗിച്ച് പെന്തക്കോസ്ത് നാളിലെ യഹൂദന്മാരെ അകത്ത് കയറ്റി കൊർന്നല്യോസിന്റെ ഭവനത്തിലൂടെ അല്ലെങ്കിൽ ആ ജാതികളായ ആൾക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരെയും ഈ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം അനുസരിച്ച് അവരും സഭയിലേക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സുവിശേഷം തുടങ്ങിയത് കർത്താവിൻ്റെ ദൂതിലൂടെയാണ്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. ഇനി കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്തു? ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും, അത് കേൾക്കുക, തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, അത് ആത്മസ്നാനത്തിലൂടെ അപ്പോസ്തലന്മാർക്ക് പിന്നീട് അവർ കൈവച്ച് പ്രാർത്ഥിച്ചു നൽകിയ അല്ലെ അതങ്ങനെ ലഭിച്ച തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെ അവർ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ഇത് ലഭിക്കുകയാണ്. അപ്പം അങ്ങനെ ആ വ്യക്തികളെല്ലാം നടത്തിയ അത്ഭുത പ്രവൃത്തികളിലൂടെ പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും സാക്ഷി നിന്നു. പരിശുദ്ധാത്മാവ് ഈ വീര്യപ്രവൃത്തികളെ എന്തിനു നൽകി? അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഈ കാര്യങ്ങൾ എന്തിനു നൽകി? സാക്ഷി നിൽക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ദൂതാണ്, നിങ്ങളിത് വിശ്വസിക്കണം. അവർക്ക് വേറെ ഒന്നുമില്ല വിശ്വസിക്കാനായിട്ട് ഒരു മാനദണ്ഡം. അങ്ങനെ അവര് ഇത് വിശ്വസിക്കത്തക്കവണ്ണം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൊണ്ട് നടന്നു. ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ ഞങ്ങൾ തെറ്റി ഒഴിയും. ഉറപ്പിച്ചു തന്നതുമായ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ ഇത് ഉറപ്പിച്ചു പോരുകയാണ്, കണ്ടിന്യൂസ് ടെൻസാണ്. പക്ഷെ എബ്രായ ലേഖനം എന്ന് പറയുമ്പോൾ അത് അടുത്ത തലമുറ, കെട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അപ്പൊ ആദ്യത്തെ ഒരു തലമുറ ഐ വിറ്റ്നസ് ആണ്. ആ ഐ വിറ്റ്നസ് പറഞ്ഞത് ഒരു കൂട്ടർ കേട്ടു. ആ കേട്ടവര് മറ്റുള്ളവർക്ക് ഉറപ്പിച്ചു കൊടുക്കുവാണ്. നോക്ക്, അതിൻ്റെ ആ ജനറേഷൻസ് പോകുന്നുണ്ടോ? അപ്പോൾ ഐ വിറ്റ്നസ് സാക്ഷ്യം എല്ലാവർക്കും കിട്ടിയിട്ടില്ല, അപ്പോസ്തലന്മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അവര് പറഞ്ഞ കാര്യങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് അവർ ഉറപ്പിച്ചു. അവര് ചെയ്ത ഈ കാര്യങ്ങളെ കേട്ടവരുണ്ട്. ആ കേട്ടവര് ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വീണ്ടും 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 അവിടെ അത്ഭുതങ്ങൾ നടക്കുകയല്ല, ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടവര് അത് ഉറപ്പിച്ച് സ്വീകരിക്കുകയാണ്. നമ്മളും അതിനെ ചെയ്യുന്നത്. നമ്മൾ അത്ഭുതം കണ്ടിട്ടല്ലല്ലോ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഉറപ്പിക്കപ്പെട്ട ഒരു രേഖയായിട്ട് അംഗീകരിക്കുന്നവർക്ക് പിന്നെ ഇനി വേറെ അത്ഭുതം നടന്നിട്ടൊന്നും അല്ല അവർ വിശ്വസിക്കുന്നത്. ഈ അവിശ്വാസികളായ കുറേ ക്രിസ്ത്യാനികളുണ്ട്. അവർക്കാണ് എന്നും അവരുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടായാൽ മാത്രമേ അവർക്ക് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതിന് വിശ്വാസം വരത്തുള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെടാനുള്ള വചനം ദൈവം ഉറപ്പിച്ച് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ കഴിഞ്ഞതിനെ അംഗീകരിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇത് പൗലോസ് വളരെ വ്യക്തമായി തൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ട് പറയുന്നുണ്ട്.
പുസ്തകമുള്ളവർ റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ നോക്കുക. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. ക്രിസ്തു ഞാൻ മുഖാന്തരം, നോക്കുക, പൗലോസ് അദ്ദേഹത്തിലൂടെ യേശു കർത്താവ് ചെയ്ത കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ജാതികളുടെ അനുസരണത്തിനായിട്ട്. അപ്പോൾ പൗലോസിനെ കർത്താവ് വിളിച്ചത് തന്നെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് ആണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അത് അവരുടെ അനുസരണത്തിനായിട്ട് എങ്ങനെ ചെയ്തത്? വചനത്താലും പ്രവൃത്തിയാലും, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും. അപ്പോൾ വചനം പൗലോസ് ജാതികളോട് പ്രസംഗിച്ചു. ആ കൂടെ എന്തുണ്ട്? പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, ശക്തി. പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ പൗലോസ് പ്രവർത്തിച്ച രീതി അവിടെ പറയുന്നു. ദൈവത്തിൻ്റെ വചനം അദ്ദേഹം ഘോഷിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഈ വരങ്ങളുണ്ടായിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിനും ആത്മസ്നാനം ലഭിച്ചവനാണ്. കാരണം കർത്താവ് നേരിട്ട് വിളിച്ച് നൽകിയതാണത്. അദ്ദേഹം അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നത് താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് സാക്ഷീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ തെളിവ് കൊടുത്തുകൊണ്ടാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് 1-ാം നൂറ്റാണ്ടിൽ ദൈവദാസന്മാർ അല്ലെങ്കിൽ സഭയിൽ ഉള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഇതുപോലെ കൈവപ്പ് ലഭിച്ച ആളുകൾ, ഇവരൊക്കെ ദൈവവചനം ഘോഷിച്ച ഒരു ശൈലിയാണ് ഇവിടെ പറയുന്നത്. എഴുതപ്പെട്ട വചനമൊന്നില്ല അവർക്ക് തെളിവായിട്ട് സ്റ്റാൻഡേർഡായിട്ട് അളക്കാനായിട്ട്. അവരോട് പറയുകയാണ്, ഞങ്ങൾ ഈ പറഞ്ഞ വചനങ്ങൾ സത്യമാണെന്നൊരു തെളിവ് നിങ്ങളുടെ മുമ്പാകെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അപ്പം അതായിരുന്നു ഇത് ആത്മവരങ്ങൾ നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പം പുതിയ നിയമം കിട്ടുന്നതിന് മുമ്പ് സഭയ്ക്ക് ഒരാൾ പറയുന്നത് ദൈവവചനമാണോ അല്ലയോ എന്നറിയാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, അവർ നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും. 2, വിവേചനാപരമുള്ള ഒരാൾ വിവേചിച്ചിട്ട് പറയും. അത് സഭയ്ക്കകത്താണ്, സഭായോഗങ്ങളിലാണ്. പക്ഷേ മറ്റത് പൊതുജനങ്ങളുടെ ഇടയിലാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ പോയി സുവിശേഷം പറയുമ്പോൾ ഇവർക്ക് എന്ത് അധികാരമായത് പറയാൻ എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ് സാക്ഷി നിൽക്കുകയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട്. അങ്ങനെ ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റൊഴിയും? അപ്പം എബ്രായലേഖനം എഴുതുന്ന കാലമായപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് ലഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ഈ വരങ്ങളുടെയൊക്കെ കാലാവധിയെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ എത്ര നാളുണ്ട് ഈ വരങ്ങൾ? ചില ആളുകളുടെ വിചാരം ബൈബിൾ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഇതൊന്നും അങ്ങനെ തന്നെയാണ്. ബൈബിളിൽ പഴയ നിയമത്തിലൊക്കെ യാഗങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ യാഗങ്ങൾ നമ്മൾ നടത്താറില്ലല്ലോ. കാരണം യേശുക്രിസ്തു നിവർത്തിച്ചു അത്. അങ്ങനെ ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തുടർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള ആവശ്യമനുസരിച്ചുള്ള ഉപദേശങ്ങളുമുണ്ട്. അത് നടപ്പിൽ വരുത്തേണ്ടതായിട്ടുള്ള അനുഷ്ഠാനങ്ങളുണ്ട്, രീതികളുണ്ട്. ഇതൊക്കെ വ്യക്തമായിട്ട് വചനം വിഭജിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വരങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ള ഒരു സംഭവമായിരുന്നില്ല. എങ്ങനെ അറിയാം? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനിയുള്ള ഈ ക്ലാസ്സിലും അന്യഭാഷയെ സംബന്ധിച്ചുള്ള അടുത്ത ക്ലാസ്സിലും ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 13-ന്റെ 8 മുതൽ 10 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, പ്രവചനം നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അപ്പൊ ഇതൊക്കെ നീങ്ങിപ്പോകാനുള്ള സാധനങ്ങളാണെന്ന് ഇതുള്ള കാലത്ത് തന്നെ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ വചനം നമ്മൾ സ്വീകരിക്കുക. ഇനി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റ് യാതൊരു മുൻവിധിയും കൂടാതെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് വചനത്തെ കൊണ്ട് തന്നെ നമുക്കതിനെ വ്യാഖ്യാനിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി എപ്പോഴാണ് ഇത് നീങ്ങിപ്പോകുന്നുള്ളതിലാണ് ഒരു പ്രശ്നം വരുന്നത്. നീങ്ങിപ്പോകുന്നുള്ള തർക്കിക്കുന്ന ആരുമില്ല, കാരണം അങ്ങനെയല്ല എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ ഇത് എപ്പോഴാണ് നീങ്ങിപ്പോകുന്നതെന്നുള്ളതിൽ ചില തർക്കങ്ങളുണ്ട്. അതിൻ്റെ കാരണം പൂർണ്ണമായത് വരുമ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പൂർണ്ണമായത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചാണ് തർക്കങ്ങൾ. പ്രധാനമായും 2 രീതിയിലാണ് ഇതിനെ കാണുന്ന ആൾക്കാർ. ഒരു കൂട്ടർ പറയും
ഇത് പൂർണ്ണമായതെന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ജീവിതം എല്ലാം കഴിഞ്ഞിട്ട് സ്വർഗീയമായ ഒരു ജീവിതം ഉണ്ടല്ലോ. അപ്പം അതുവരെ ഒരാളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായിരിക്കും. ഇത് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് വരെ സഭയിൽ ഭൂമിയിൽ ഇത് ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം അവർ പറയുന്നത് ഈ പൂർണ്ണമായതെന്ന് പറഞ്ഞാൽ യേശുവാണ്. യേശുവിന് രണ്ടാം വരവാണ് പൂർണ്ണമായത് എന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിലും, അതായത് രണ്ടാം വരവ് വരെ ഭൂമിയിലെ സഭയിൽ ഈ അംശമായിട്ടുള്ള അറിവിൻ്റെ മാർഗങ്ങൾ എന്ന് പറയുന്ന ജ്ഞാനം, പ്രവചനം എന്നൊക്കെ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. പൂർണ്ണമായത് എന്ന് പറയുന്നത് വചനം പൂർണ്ണമായി ലഭിക്കുന്നത് വരെയാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇതിനേതാണ് ശരി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടും കൂടി ശരിയാകാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് എഴുതപ്പെട്ട വചനം പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ഉപയോഗത്തിന് മനുഷ്യവർഗത്തിലേക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്നുള്ളതല്ല, എല്ലാ വ്യക്തിയിലും അത് പൂർണ്ണത വന്നോ എന്നുള്ളതുമല്ല, ഈ മാർഗം കിട്ടിയോ ഇല്ലെന്നുള്ളതാണ് വിഷയം. കാരണം നമ്മൾ അവിടെ ശ്രദ്ധിച്ച് പഠിച്ചാൽ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുന്നത് ഈ പഠനത്തിന് വളരെ സഹായകരമാണ്. ഇവിടെ പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അപ്പൊ 3 കാര്യങ്ങൾ നീങ്ങിപ്പോകുമെന്ന് വ്യക്തതയോടുകൂടി ഇവിടെ പറയുകയാണ്. എന്താണ് ഈ 3 കാര്യങ്ങൾ? ഇത് പ്രവചനം, ഭാഷാവരം, ജ്ഞാനം. ഈ 3 കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ 3 കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് ദൂത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ്. അപ്പൊ ഈ മാർഗം അംശമായ മാർഗമാണെന്നാണ് ഈ വചനം പറയുന്നത്. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അപ്പൊ ദൈവിക മർമ്മങ്ങൾ മനുഷ്യന് ഗ്രഹിക്കാൻ നൽകിയിരുന്ന 3 മാർഗങ്ങളാണ് ഇത്: പ്രവചനം, ജ്ഞാനം, ഭാഷാപരം. ഇപ്പൊ വേറെ കുറെ ഉണ്ടല്ലോ, വേറെ 6 ഉണ്ടല്ലോ. ആ 6 കാര്യങ്ങളും ഈ പറഞ്ഞവ ദൈവികമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വരങ്ങളാണ്. അല്ലെങ്കിൽ തെറ്റായതിനെ തിരിച്ചറിയാൻ ഈ ആത്മാക്കളുടെ വിവേചനമൊക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞത് എന്താണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, ഡയറക്റ്റായിട്ട് ഈ ദൈവിക മർമ്മങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. ആ 3 പറ്റി എവിടെ പറയുന്നു? അത് നീങ്ങിപ്പോയാൽ, അത് നിന്നുപോയാൽ സ്വാഭാവികം അതിനെ സ്ഥാപിക്കേണ്ട മറ്റത് മാറിപ്പോകുമല്ലോ. അപ്പൊ ഈ 9 കൂട്ടം കാര്യങ്ങളും മാറിപ്പോകും. എപ്പോൾ? പൂർണ്ണമായത് വരുമ്പോൾ. ഇപ്പൊ പൂർണ്ണമായത് എന്താണ്? അവിടെയാണല്ലോ ഈ തർക്ക വിഷയം വരുന്നത്. പൂർണ്ണമായത് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വ്യക്തിയല്ല. അവിടെ ഒരു പൂർണ്ണമായവൻ വരുമ്പോൾ നല്ല പറഞ്ഞത്, അതൊരു നപുംസക വാക്കാണ്. പൂർണ്ണമായത് അപ്പൊ എന്തോ ഒരു സംഗതിയാണ് പൂർണ്ണമായത്. അത് വരുമ്പോൾ അപ്പൊ എന്തിൻ്റെ പൂർണ്ണതയാണ്? അറിവിൻ്റെ പൂർണ്ണതയല്ല, അറിവിൻ്റെ മാർഗത്തിൻ്റെ പൂർണ്ണതയാണ്. കാരണം അംശമായുള്ള അറിവിൻ്റെ മാർഗങ്ങളായ 3 കാര്യങ്ങൾ: ജ്ഞാനം, പ്രവചനം, അന്യഭാഷ. ഇത് നീങ്ങിപ്പോയി അല്ലെങ്കിൽ നിന്നുപോയി. അങ്ങനെ ഒരു കാലം വരും. എപ്പോഴാണ്? ഈ മാർഗങ്ങൾക്കൊരു പൂർണ്ണതയുണ്ട്. ഇത് കിട്ടുന്നതിനുള്ള വഴി അത് പൂർണ്ണമായ വചനമാണ്, എഴുതപ്പെട്ട വചനമാണ്. ആ വചനം ലഭിക്കുന്നത് വരെയാണ് ഈ വക കാര്യങ്ങളുടെ ഉപയോഗം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക. ചിലർ പറയും യേശു കർത്താവിൻ്റെ വരവ് വരെയും ഇത് വേണം, ഈ വക കാര്യങ്ങൾ വേണം. പൂർണ്ണത എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവ് പൂർണ്ണതയല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണോ അല്ലയോ? അത് മനസ്സിലാക്കാനായിട്ട് നമ്മളിതിനെ ഈ രീതിയിൽ ചിന്തിക്കണം. അതായത് 3 കാര്യങ്ങൾ മാറിപ്പോകുന്നു. എപ്പോൾ? പൂർണ്ണമായത് വരും. അതേസമയം 3 കാര്യങ്ങൾ നിലനിൽക്കുന്നു.
അപ്പൊ പൂർണ്ണമായത് വന്ന ശേഷവും നിലനിൽക്കുന്ന 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈ 13-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം, 13-ാം വാക്യം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. അപ്പോൾ ഒരു സിമ്പിൾ ലോജിക്ക് നമ്മളിവിടെ ഉപയോഗിക്കാം. 3 കാര്യങ്ങൾ നിലനിൽക്കുന്നു എപ്പോഴും. പൂർണ്ണമായത് വന്ന ശേഷവും ആ 3 കാര്യങ്ങൾ നിലനിൽക്കുന്നതെന്നല്ലേ ഇവിടെ പറഞ്ഞത്? അതെ. എന്താണ് ആ നിലനിൽക്കുന്ന കാര്യങ്ങൾ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയും വലുത് സ്നേഹമാണ്. ഇപ്പൊ പൂർണ്ണമായത് യേശുവിന്റെ 2ാം വരവാണെങ്കിൽ പൗലോസ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്താണ് അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കുന്നത്? യേശു വന്ന ശേഷവും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കാണും. സ്നേഹം കാണുന്നുള്ളൊരു തർക്കവും വേണ്ട. പക്ഷെ യേശു വന്ന ശേഷവും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? കാരണം വചനത്തെ ഉപയോഗിച്ചുകൊണ്ട് വചനത്തെ വ്യാഖ്യാനിച്ചാൽ വചനപ്രകാരം എന്താണ് വിശ്വാസം? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം. അപ്പോൾ യേശു വന്ന് മുമ്പിൽ നിൽക്കുക, യേശുവിന്റെ 2ാം വരവ്, പിന്നെയും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ചിലപ്പോൾ ചിലർ പറയും വിശ്വാസം ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ആട്ടെ, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ യേശു വന്ന ശേഷം പ്രത്യാശ ഉണ്ടായിരിക്കുമോ? എന്താണ് പ്രത്യാശ? വരും എന്നല്ലേ പ്രത്യാശ. വന്നയാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും, വരുമെന്ന് പറഞ്ഞയാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ പിന്നെയും പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ ഞാൻ സന്ദർശിക്കാൻ വരുന്നു, പ്രാർത്ഥിക്കാൻ വരുന്നു. ഞാൻ 2 മണിയായപ്പോൾ വന്നു, അല്ലെ 5 മിനിറ്റ് മുമ്പേ വന്നു. ഞാൻ വന്നവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഈ വ്യക്തി വരും വരും വരും? അങ്ങനെയല്ലല്ലോ. ഇത്ര സിമ്പിളാണിത്. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കാത്ത ഒരു കാര്യം ഇനി അനുഭവിക്കും എന്നുള്ളതാണ്. യേശു കർത്താവിന്റെ വീണ്ടും വരവല്ലേ നമ്മുടെ പ്രത്യാശ. കർത്താവ് വന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ, മണവാട്ടി ആയ സഭ കർത്താവുമായിട്ട് സമ്മേളിക്കുമ്പോൾ പിന്നെയും പ്രത്യാശയാണോ വരുമെന്ന്? അപ്പൊ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായെന്നുള്ളത് കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് അല്ല. പിന്നെ അകപാടെ പൂർണ്ണം എന്ന് പറയാനുള്ളത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ചിലർ പറയോ അത് പൂർണ്ണമൊന്നും അല്ല, ഇനി ഒത്തിരി എണ്ണം ഇതിനകത്ത് എഴുതാനുണ്ടെന്നൊക്കെ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തിന്റെ വെളിപ്പാട് മുഴുവനും വചനത്തിലുണ്ടെന്ന് അല്ലേ പറയുന്നു. നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മുടെ പ്രത്യാശയ്ക്കും എല്ലാം ഉതകുന്നത് എന്തൊക്കെ വേണമോ, നിലനിൽപ്പിന് എന്തെല്ലാം വേണമോ, അതെല്ലാം പൂർണ്ണമായിട്ടുണ്ടെന്നായി പറയുന്നത്. അല്ലാതെ ദൈവത്തിന്റെ അറിവ് മുഴുവനും പൂർണ്ണമായിട്ട് കിട്ടിയെന്നല്ല പറയുന്നത്. ഒരു വ്യക്തി പാപിയായവൻ രക്ഷിക്കപ്പെടാനും അവന് ദൈവത്തെ അനുസരിക്കാനും കർത്താവിന്റെ കൽപ്പന അനുസരിക്കാനും വിശ്വസ്തനായി ജീവിക്കാനും വേണ്ടുന്നതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണമായിട്ടുമുണ്ട്. അതാണ് വചനം പൂർണ്ണമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല ദൈവം പറഞ്ഞ എല്ലാം അവിടെ എഴുതിയിട്ടുണ്ടോ? അതല്ല അതിൻ്റെ അർത്ഥം. അപ്പൊ പൂർണ്ണമായ അറിവിന്റെ മാർഗം. ഈ അറിവിന്റെ മാർഗം നമ്മൾ എന്തിനാ അറിവ്? ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അറിവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി വിശ്വസ്തനായി ജീവിക്കാൻ വേണ്ടിയും നിത്യതയിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള അറിവ് പൂർണ്ണമായിട്ടും എഴുതപ്പെട്ട വചനത്തിലുണ്ട്. എഴുതപ്പെട്ട വചനം എല്ലാവരുടെയും കൈ കിട്ടിയൊന്നുള്ളതും അല്ല വിഷയം. ആ മാർഗം അവൈലബിൾ ആക്കി. ആ മാർഗം നേരത്തെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അംശമായ മാർഗത്തിൽ ഇത് നൽകിക്കൊണ്ടിരുന്നു. മറ്റൊരു രീതിയിൽ പറയട്ടെ, നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു തന്നു. നിങ്ങൾ ആ വഴിയുടെ എല്ലാം കൂടെ ഇപ്പോൾ ഒരു മാപ്പ് തന്നെ, ലൊക്കേഷൻ മാപ്പ് അയച്ചു നിൽക്കട്ടെ. നിങ്ങൾ അതിൻ പ്രകാരം ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ആ മാപ്പിൻ്റെ ആവശ്യമുണ്ടോ? ആ മാപ്പ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു തന്നത്, ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അതിനെക്കാട്ടും സിമ്പിളായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഒരെണ്ണം പറയാം. നമ്മുടെ വീട് നമ്മൾ ഒരു റൂഫ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ. ഇപ്പോഴത് ഒന്നി ഓല മേഞ്ഞതോ ഷീറ്റ് മേഞ്ഞതോ ആസ്ബസ്റ്റോസോ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ അതിനെ കുറച്ചും കൂടി നല്ല റൂഫ് കോൺക്രീറ്റ് ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ആയിരുന്നു നമ്മളത് ചെയ്തു. ഇത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്കഫോൾഡിങ് അടിക്കും. സ്കഫോൾഡിങ് പല കൊണ്ടോ തകരം കൊണ്ടോ എന്തെങ്കിലും ഒരു ടെമ്പററി റൂഫാണ് ഈ സ്കഫോൾഡിങ്.
ഈ ടെമ്പററി റൂഫിന്റെ മേളിൽ നമ്മൾ കമ്പി അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, RCC ഇതെല്ലാം കൂടെ ഇട്ടിട്ട് സെറ്റ് ആകുന്നത് വരെ ഈ സ്കഫോൾഡിങ്ങിനെ താങ്ങി നിർത്തുന്ന കുറെ കമ്പികളും തൂണുകളും ഒക്കെയാണ്. മുളകള്, കഴകള് എന്നൊക്കെ പറയും. ഇപ്പൊ അതിനൊക്കെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ആ സ്കഫോൾഡിങ്ങിന്റെ ഉപയോഗം അതിൻ്റെ മേലിൽ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു റൂഫ് ഉണ്ടാകുക എന്നുള്ളതാണ്. സ്ട്രോങ്ങർ ആയിട്ടുള്ള റൂഫ് വന്ന ശേഷം ഈ സ്കഫോൾഡിങ് വെച്ചുകൊണ്ടിരുന്നാൽ ആ മുറി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അത് മാറ്റിയാൽ മാത്രമേ ആ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സ്കഫോൾഡിങ്ങിന്റെ പർപ്പസ് വാസ് ഇമ്പോർട്ടൻറ്റ്. അതുണ്ടായെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അവിടെ സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. ഏത്? ഈ കോൺക്രീറ്റ് RCC സെറ്റായി കഴിഞ്ഞിട്ടും പിന്നെ ഒരു വീട്ടുടമസ്ഥൻ പറയുവാണ്, അയ്യോ ഇത് ഈ സ്കഫോൾഡിങ് അതിനെ താങ്ങി നിർത്തിയത്, നമുക്ക് ഉപകരിച്ചൊരു സാധനമാണ്, അതില്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാകത്തില്ലായിരുന്നു. വളരെ കറക്റ്റാണ്. പക്ഷെ അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു? ഇനി അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു. ഉപയോഗം കഴിഞ്ഞതിനെ മനുഷ്യന്മാരല്ല മാറ്റുന്നത്, ദൈവം തന്നെയാണ് മാറ്റിയത്. ദൈവത്തിൻ്റെ വചനം ബാക്കി എല്ലാ മീൻസ് ഓഫ് റെവലേഷനെക്കാട്ടിലും ഉന്നതമാണ്. ഇന്ന് മനുഷ്യന്മാർ സ്വന്തം ദർശനങ്ങളും ഒക്കെ ആയിക്കൊണ്ട് കള്ളന്മാർ കുറെ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തരെയും കലക്കാൻ വേണ്ടിയിട്ട്. എത്രയോ ഭവനങ്ങളെക്കാൾക്ക് ചരിത്രങ്ങൾ എനിക്ക് മണിക്കൂറുകൾ പറയാനും മാത്രം ഉണ്ട് അനുഭവത്തിൽ. അപ്പം അതിലേക്കും ഞാൻ പോകുന്നില്ല, ആരെയും അവഹേളിക്കാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം ദുർവിനിയോഗം ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ എല്ലാ കാലത്തും ഉണ്ടെന്ന് മറക്കരുത്. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ബെരോവയുള്ള വിശ്വാസികളെ പോലെ എവിടെയെങ്കിലും ആരെങ്കിലും വചനം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാൻ പുസ്തകമുണ്ട് നമ്മുടെ കയ്യിൽ. ആ ദൈവത്തിന്റെ വചനത്തെയാണ് നമ്മൾ ഉയർത്തുന്നത്. ഇവിടെയാ പരിശുദ്ധാത്മാവില്ലെന്നല്ല പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലെന്നല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സഭയാണ് ക്രിസ്തുവിന്റെ സഭ. ഇത് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ട് അന്യഭാഷയിലെ ആത്മാവില്ല. ഇതൊക്കെ അവരുടെ എന്താണ് അവരെക്കുറിച്ച് പറയണമെന്ന് എനിക്കറിയില്ല. വചനത്തിലുള്ള അജ്ഞത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പുലമ്പുന്നത്. എന്നാൽ ദൈവവചനം ശരിക്കും ഉൾക്കൊണ്ടാൽ ആ സത്യം നമുക്ക് മനസ്സിലാവും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ അടിയിലുള്ള ഈ സ്കഫോൾഡിങ്, ഈ പല കൊണ്ടോ പാട്ട കൊണ്ടോ ഒക്കെ അടിച്ചുണ്ടാക്കി തൂണൊക്കെ വെച്ച് താങ്ങി നിർത്തി സാധനത്തിൻ്റെ ആവശ്യമില്ല. ഉറപ്പുള്ളത് അതിൻ്റെ മേൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന പൂർണ്ണമായത് വരുമ്പോൾ എന്ന് പറഞ്ഞത് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചല്ല. പൂർണ്ണമായത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമെന്ന മാർഗത്തെക്കുറിച്ചാണ്. ദൈവീക മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിന്റെ കാരണം ആ കോണ്ടെക്സ്റ്റ് അത് തന്നെയാണ്. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായ അറിവിന്റെ മാർഗം വരുമ്പോൾ, അത് ഞാൻ കൂട്ടിച്ചേർത്താണ്. പക്ഷെ ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾ വ്യക്തിപരമായി ചിന്തിച്ചു നോക്കിക്കേ. അംശമായ അറിവിന്റെ മാർഗത്തിന് പകരം പൂർണ്ണമായ അറിവിന്റെ മാർഗം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അംശമായ മാർഗം വേണ്ട എന്ന് തീരുമാനിച്ച ദൈവമാണ്. കാരണം നിന്നു പോകും, മറ്റത് നീങ്ങിപ്പോകും. ഒന്ന് സഡനായിട്ടായിരിക്കും, മറ്റൊരു ചെറു ക്രമേണയായിരിക്കും. അപ്പോൾ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ഈ പറയുന്ന ആത്മവരങ്ങളുടെ ഉപയോഗം തീർന്നു. കാരണം എഴുതപ്പെട്ട വചനം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം നൽകിക്കഴിഞ്ഞു. ഇനി വേഗത്തിൽ ഞാൻ അടുത്ത 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് ഇതുകൊണ്ട് തീർക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഈ വരങ്ങള് സഭയുടെ ശൈശവാവസ്ഥയിൽ ഉണ്ടായിരുന്നവയാണ്. അതുകൊണ്ട് സഭയ്ക്ക് പുരുഷപ്രാപ്തി വന്നപ്പോൾ ഈ വരങ്ങളുടെ ആവശ്യം ഇന്നില്ല എന്ന് പൗലോസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 13:11 പൗലോസ് ഈ വരങ്ങളെ അദ്ദേഹം പറയുകയാണ്, തൻ്റെ ഈ ശൈശവകാലത്തുള്ള സംസാരങ്ങൾ, തൻ്റെ വസ്ത്രധാരണം, ഇതിനോടൊക്കെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനൊപ്പം നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇതും വളരെ ലോജിക്കൽ അല്ലേ? ഇത് ഒരു കൊച്ചുകുട്ടി അയാൾ വളരുന്ന പ്രായത്തിൽ നിക്കറിടും. അയാൾ വലുതായി കഴിയുമ്പോൾ അതൊന്നീ മുണ്ടെടുക്കും, അല്ലെ പാനിടും. ആ കൊച്ചുകുട്ടിയുടെ ആ പ്രായത്തിൽ ഉപയോഗിച്ചൊന്നല്ല അയാൾ വലുതാകുമ്പോൾ ഉപയോഗിക്കുന്നത്. സംഭാഷണ ശൈലി അങ്ങനെയല്ലേ? കുട്ടികളൊക്കെ കൊഞ്ചി വർത്താനം പറയും.
കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ പക്വതയുള്ള വാക്കുകളായിരിക്കും പറയുന്നത്. അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ സ്ഫുടത, ഇതൊക്കെ അവൻ്റെ പഠിപ്പും അറിവും ഒക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. പക്ഷേ ശൈശവാവസ്ഥയിൽ നിന്നും ഇതെല്ലാം വളരെ അവരുടെ ചിന്തയൊക്കെ ബാലിശമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് സഭയുടെ ശൈശവാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് അവർക്ക് കിട്ടിയ അറിവനുസരിച്ചൊക്കെ അവർ കുറേശ്ശെ ഈ അംശമായതൊക്കെ കിട്ടി. എന്നാൽ ദൈവം സഭയെ ഇന്ന് അതിൻ്റെ പുരുഷപ്രാപ്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സഭ മണവാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അവസ്ഥയിൽ, അല്ലെങ്കിൽ വചനം പൂർണ്ണമായി കിട്ടിയ ശേഷം ഈ ശൈശവത്തിലുള്ള കാര്യങ്ങൾ ത്യജിച്ചു കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്യജിച്ചു കളയാന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പ്രവചനം, ഈ വ്യാഖ്യാനം ഇങ്ങനെ ഡയറക്റ്റായിട്ട് എനിക്ക് കിട്ടിയ അറിവെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഓരോരുത്തർ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ ചില വീടുകളിൽ വന്നു പറയും, കർത്താവിനെ അയച്ചതാണ്, നിങ്ങൾക്കുള്ളൊരു ദൂതൻ പറഞ്ഞാൽ വിട്ടിരിക്കുന്നത്. ആ പുള്ളിയോട് പറയണം, സഹോദരൻ ഏത് അധ്യായത്തിൽ നിന്നായി പറയുന്നത്, ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, ഏത് വാക്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അതിന് പകരം അയാൾക്ക് കിട്ടിയത് തോന്നലുകളുമായിട്ട് വരിക. എന്നിട്ട് വയറ് ദൈവമാക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. ദയവ് ചെയ്ത് ഈ തരം വിഡിത്തരങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള കൃപയ്ക്കൊത്തവണ്ണം ഈ വചനം പഠിക്കുകയും ആ വചനത്തിൽ പറഞ്ഞ സത്യങ്ങളെ അനുസരിക്കുകയുമാണ് വേണ്ടത്. അല്ലാതെ വല്ലവനും പറഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള അവൻ്റെ തോന്നലുകൾ, അവൻ്റെ മനസ്സിൽ വന്നതായ ചില ചിന്തകൾ, അവൻ ഉറങ്ങി കിടന്നപ്പോഴത്തേനും ദൈവം എന്നെ വീട്ടിൽ പോയി എന്നത് പറയാൻ പറഞ്ഞു, ഇതൊന്നും അനുസരിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും എൻ്റർടൈൻ ചെയ്യാനും പാടില്ല. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അളവുകോൽ എന്നുള്ളത് മറക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശൈശവാവസ്ഥയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അത് മാറിപ്പോയിട്ട് പൂർണ്ണമായ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് സഭ ഇന്ന് പുരുഷപ്രാപ്തിയിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി, എല്ലാറ്റിനും ഒരു സ്നേഹത്തോടു കൂടി, സത്യം പറയട്ടെ, ഈ സാധനമാണ് ഇന്നില്ലാത്തത്. എല്ലാറ്റിലും ശ്രേഷ്ഠമായ ഒരു മാർഗം അത് അന്നും ഇല്ല, ഇന്നും ഇല്ല. ഈ വക വരങ്ങളുണ്ടെന്നും അതിങ്ങനെ തിമിർത്താടുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ആ ലീഡർഷിപ്പിൻ്റെ ഇടയിലും ആ സഭകളിലും സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ അറിയാം. ആ സ്നേഹമെന്ന ഫലം കായ്ക്കാതെ ഈ വക വരങ്ങളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങൾ വലിയ ആത്മീയനാണെന്ന് പറയുമ്പോൾ ആത്മീയ വർധന സഭയ്ക്കല്ല വരുന്നത്, അഹങ്കാരം ഇത് പറയുന്ന വ്യക്തിക്കാണ് വരുന്നത്. അത് തിരിച്ചറിയാനുള്ള വിവേകം ദൈവം നിങ്ങൾക്ക് തരട്ടെ. രണ്ടാമതായിട്ട്, ഈ വരം നൽകുന്നതിനുള്ള മാർഗം ഇന്നില്ല എന്നുള്ളതാണ്. ഇത് ശൈശവാവസ്ഥയിൽ വേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട്, ഇത് നൽകാനുള്ള വഴി ഇന്നില്ല. എന്തായിരുന്നു വഴി? നമ്മൾ പഠിച്ചതാണ്. അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാലാണ്. രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. എഫെസോസിലും അതുപോലെ ശമരിയയിലും അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ പൗലോസ് എഫെസോസിൽ വെച്ച് കൈവപ്പിനോട് നൽകിയ കാര്യങ്ങളാണ് ഈ വരങ്ങൾ. ആ കൈവപ്പ് നൽകാനായിട്ട് ഇന്ന് അപ്പോസ്തലന്മാരില്ല. ഇന്നും അപ്പോസ്തലന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില സഭകളൊക്കെ അവരുടെ അപ്പോസ്തലനായിട്ടൊക്കെ ചിലരെ പറയുന്നുണ്ട്. ദൈവമക്കളെ ഒന്ന് മനസ്സിലാക്കുക, ഈ അപ്പോസ്തലന്മാർ ആകണമെന്ന് വരിയിൽ അതിനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണണം. നിങ്ങൾ സ്വപ്നം കണ്ടോ എന്നല്ല ചോദിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടവന് മാത്രമേ അപ്പോസ്തലനാകാനുള്ള യോഗ്യതയുള്ളൂ. ഇന്ന് അങ്ങനെയുള്ള ഒരുത്തം പോലും ഇല്ല. എന്നിട്ട് പറഞ്ഞു നടക്കുകയാണ് അവരൊക്കെ അപ്പോസ്തലനാണെന്ന്. അപ്പോസ്തലന്മാരിന്നില്ല. അപ്പോസ്തലന്മാരുടെ രേഖകളുണ്ട്, അപ്പോസ്തലന്മാർ നൽകിയ ഉപദേശങ്ങളുണ്ട്. അതാണ് വചനം. ആ വചനമാണ് ഇന്ന് അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രവാചകന്മാർ പ്രവചിച്ച പല കാര്യങ്ങളും ഈ വചനത്തിലുണ്ട്. ആ വചനമാണ് ഇന്ന് പ്രവാചകന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇവരൊക്കെ അടിസ്ഥാനമാണ്, സഭയുടെ അടിസ്ഥാനമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പം ഇന്ന് പുതിയ പുതിയ അപ്പോസ്തലന്മാരെ ഉണ്ടാക്കുകയാണെങ്കിൽ പുതിയ പുതിയ അടിസ്ഥാനങ്ങൾ ഇട്ടുകൊണ്ട് ആൾക്കാർ പോവുകയാണ്. ഒരു മണ്ടനും അതുപോലെ ചെയ്യത്തില്ല. ഈ പറയുന്ന അടിസ്ഥാനങ്ങൾ മാന്തിച്ച് പിന്നെ അടിസ്ഥാനം ഇടത്തില്ല. ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറെ ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ക്രിസ്തുയേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറെ ഇടാൻ ആർക്കും കഴിയത്തില്ല. അപ്പം ഇത്രയും വ്യക്തമായ വചനങ്ങളുള്ള സ്ഥിതിക്ക് ദൈവമക്കളെ, ഈ കൈവപ്പ് നൽകി ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇന്ന് ഒരുത്തനും അധികാരമില്ല. നമ്മുടെയൊക്കെ സഭകളിൽ കൈവപ്പുണ്ട്. അത് ഇങ്ങനെ വരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അതൊരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. ആ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് ഒരു കൈവപ്പ്, സഭയുടെ അംഗീകാരത്തോടെ ഒരു വേർപെടുകയാണ്. ആ സഭ ഇയാളെ വേർപെടുത്തുകയാണ്, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഓർഡിനേഷൻ. അല്ലാതെ
ഈ അപ്പോസ്തലന്മാർ പത്രോസിൻ്റെയോ അല്ലെങ്കിൽ പൗലോസിൻ്റെയോ ഒക്കെ ഇങ്ങനെ കൈവപ്പ് ഇങ്ങോട്ട് വന്ന പോലെയുള്ള ചില സഭകളൊക്കെ പറയുന്നുണ്ട്. അത്രയും കൈവപ്പൊന്നും ഇവിടെയൊന്നും ഇല്ല. പരിശുദ്ധാത്മാവ് യേശു എന്ന തലയോടുകൂടി നമ്മൾ ബന്ധപ്പെടുന്നതോളം കാലം നമ്മുടെ കൈവപ്പൊക്കെ അവിടുന്ന് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ ആ അഭിഷേകം നമ്മളുണ്ടെന്ന് വരികിൽ നമ്മൾ ഈ ദുരുപദേശങ്ങളൊന്നും കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് ഈ ആത്മവരങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ആത്മീയവരങ്ങൾ എന്തിനു വേണ്ടി നൽകി? സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി. ഇന്ന് ആത്മവരങ്ങൾ കൊണ്ട് എന്തെല്ലാം സാധിച്ചോ ആ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം കൊണ്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇന്ന് വേറൊരു കാര്യം നമുക്ക് ആവശ്യമില്ല. മാത്രമല്ല സുവിശേഷം ദിവ്യമായൊരു വെളിപ്പാടാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആത്മവരങ്ങൾ കൊടുത്തത്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ട്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. കാരണം സുപ്രീം കോടതി ഒരിക്കലും ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കിയാൽ പിന്നെയും പോയി വാദിച്ച് പാസ്സാക്കേണ്ട കാര്യമില്ല. ഒരു സുപ്രീം കോടതി ഡിഗ്രി ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ പാസ്സാക്കി ഡിഗ്രി ഇട്ടാൽ അത് പിന്നെ കോട്ട് ചെയ്താൽ മതി ബാക്കി കോടതികൾ. ഇത് തന്നെയാണ് സുപ്രീം കോടതി, സ്വർഗത്തിലെ കോടതി അംഗീകരിച്ച ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നു. ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉള്ളിടത്തോളം കാലം അതിനെ ഇനിയും വേറെ ഒരുത്തന് ഇനി ഒരു അത്ഭുതം ചെയ്ത് സ്ഥാപിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ അത്ഭുതങ്ങൾ ചെയ്യാൻ പിശാചിനും കഴിയുമെന്നുള്ളത് മറക്കണ്ട കേട്ടോ. അതുകൊണ്ട് കള്ളപ്രവാചകന്മാരും കള്ളന്മാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. വലിയ വ്യാജമായ അത്ഭുതങ്ങൾ, അത് ശരിക്കുള്ള അത്ഭുതമല്ല, വ്യാജമായ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യനെ വഞ്ചിക്കാൻ ഒരു സമൂഹം ഇറങ്ങിയിട്ടുണ്ട്. സത്യസുവിശേഷത്തിൽ നിന്നും അവരെ മാറ്റാൻ നിങ്ങൾ ആരും അതിൽ പെട്ടുപോരുത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും ശക്തമായിട്ട് ദൈവസഭ കർത്താവിൻ്റെ സഭയിൽ പ്രവർത്തിക്കുന്നു. വ്യക്തികളുടെ ജീവിതത്തിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, വചനത്തിലൂടെ പ്രവർത്തിക്കുന്നു. ഈ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം, അവിടെയാണ് ഈ പലർക്കും ബുദ്ധിമുട്ട് വരുന്നത്. ദൈവത്തിൻ്റെ വചനമൊക്കെ ചിലപ്പോൾ കാണാൻ അറിയായിരിക്കും, പക്ഷെ അതുപോലെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പരിശുദ്ധാത്മ നിറവുള്ളവരാണെങ്കിൽ ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കും. അന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു.